മന്ത്രിയും മേയറും ട്രോൾ ചെയ്തതോടെ വിവാദമായ പ്രളയ പോസ്റ്റ് മുഖ്യ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച പോസ്റ്റാണ് പിൻവലിച്ചത്. മന്ത്രി വി ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ പോസ്റ്റിനെതിരെ രംഗത്ത് വന്നിരുന്നു. പ്രശാന്ത് കൃഷ്ണൻ ഇരുന്നു. പ്രശാന്ത്, ആദ്യം അമളി പറ്റുന്നു, പിന്നീട് പരക്കെ വിമർശനം ഉണ്ടാകുന്നു, ട്രോൾ ഉണ്ടാകുന്നു. ഇപ്പോൾ പോസ്റ്റ് മുഖ്യ തടിയൂരുകയാണോ ചെയ്തിരിക്കുന്നത്? പ്രജീഷ്, ഈ മഴക്കാലം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന കാലത്തൊക്കെ ആണെങ്കിൽ ഈ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ഇപ്പോൾ സജീവമായി അവർ വേണ്ട വിധത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുമായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഈ മണ്ഡലത്തിലുള്ളവരും മണ്ഡലത്തിന് പുറത്തുള്ളവരുമെല്ലാം മറ്റ് ജില്ലകളിലേക്കും എന്തിന് കേരളത്തിന് പുറത്തേക്കും എന്നെല്ലാം തിരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഈ പ്രളയക്കെടുതി ഈ മഴക്കെടുതികൾ നടക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഈ ഘട്ടത്തിലിട്ട ഒരു പോസ്റ്റാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ എയറിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഉച്ചയ്ക്ക് 1:30യോടെയാണ് ഈ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട്. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അപകടത്തിൽപ്പെട്ടവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നതാണ്. ഈ പോസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിനടിയിൽ കമൻറ്റുകളുടെ ഒരു പ്രളയം തന്നെ തുടങ്ങിയിരുന്നു. കാരണം ഇത് 2018 എന്ന സിനിമ അദ്ദേഹം കണ്ടു കാണും. തുടങ്ങിയ ഒപ്പം തന്നെ മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇവിടെ വന്ന് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്ന തരത്തിൽ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള എയറിലാക്കുന്ന കമൻറ്റുകളായിരുന്നു അതിനടിയിലെല്ലാം. ഇതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം പ്രതികരണവുമായി ഫേസ്ബുക്കിൽ തന്നെ കുറിച്ചത്. ഇപ്പോൾ കണ്ടത് 2018 സിനിമയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്കെങ്കിലും ഇങ്ങോട്ട് വന്നാൽ പൂർണ്ണ ബോധം പോകാതെ രക്ഷപ്പെടാം എന്ന പരിഹാസമായി അദ്ദേഹം പോസ്റ്റ് ഇടുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ്റെ പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായിട്ടില്ല, മഴക്കെടുതി ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോസ്റ്റിൽ പ്രളയം എന്ന് വിശേഷിപ്പിക്കുന്നു. മാത്രമല്ല നിരവധി പേർ മരണപ്പെട്ടു എന്ന് അവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇത്തരം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലേക്ക് ഭാഗങ്ങളാണ് കേന്ദ്രമന്ത്രി എയറിലാക്കിയിരിക്കുന്നത്. ഏതായാലും വസ്തുത ഇതാണ്, കേരളത്തിൽ ഒരു പ്രളയമില്ല. മാത്രമല്ല മഴക്കെടുതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെ സംസ്ഥാനത്ത് മഴക്കെടുതികളായി മരണപ്പെട്ടത് 4 പേരാണ്. 3 പേർ മുങ്ങി മരിക്കുകയും ഒരാൾ ചുമരിടിഞ്ഞ് വീണുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ പോസ്റ്റ് വലിയ ട്രോളിന് കാരണമായതോടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അല്പം മുൻപ് ഈ പോസ്റ്റ് മുക്കി തലയൂരുകയാണ്. തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം പരിഹാസരൂപേണയാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ അങ്ങനെ കണ്ടേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥകളെയൊക്കെ അറിഞ്ഞിരിക്കേണ്ട ജനപ്രതിനിധികളായി മത്സരിക്കാനൊക്കെ എത്തുന്നവർ എത്രത്തോളം ലാഘവത്തോടു കൂടി കാണുന്നു എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ്.